Good evening. So happy and energetic good evening to everyone. ഞാൻ ബിഫോർ മിഡ് ഡേ ചെറിയൊരു കാര്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രേഡേഴ്സ് ആണ്, മണി വെച്ച് കളിക്കുന്ന ആൾക്കാരാണ്, മണീനെ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന മെഡിറ്റേഷൻ മണി റിലേറ്റഡ് ആയിരിക്കും. സോ ബിഫോർ ദാറ്റ് മണീനെ കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കാന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി എല്ലാ ദിവസവും നമ്മൾ മണി ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. കൊടുത്തിട്ടും വാങ്ങിയിട്ടും എല്ലാം നമ്മളെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാണ് സത്യം പറഞ്ഞാൽ മണി എന്ന് പറയുന്നത്. പണമില്ലാതെ, പൈസ ഇല്ലാതെ എന്തില്ല, ലൈഫ് ഇല്ല. റൈറ്റ്? നമ്മൾ എത്രയൊക്കെ പൈസ ഒന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൈസ മാറ്റർ ആണ്. നമ്മളെ ഫുഡ് പോലെ തന്നെ നമുക്കൊരു ഫുഡ് വേണമെങ്കിൽ പോലും എന്താണ്, മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോ ആ മണീനെ നമ്മൾ കാണുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഇന്നു മുതൽ ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ മണി ചെലവാക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സാധനം വാങ്ങുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ഏത് മനോഭാവത്തിലാണ്, നിങ്ങൾ ഏത് ഇമോഷൻസിലാണ് നിങ്ങൾ അതിനെ ഡീൽ ചെയ്യുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യുക. ബിക്കോസ് ആ ഇമോഷൻസ് ആണ് നമ്മളെ എനർജി. അതാണ് നമ്മൾ ആ മണീനെ എങ്ങനെ നമ്മളെ മൈൻഡ് സെറ്റിൽ കാണുന്നു. മണി ഭയങ്കര കഷ്ടപ്പെട്ടിട്ടേ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. മണി നമ്മളെ ലൈഫിലേക്ക് വരാൻ ഭയങ്കര റിസ്ക് ആണ്, അത് നമ്മളെ ലൈഫിലേക്ക് വരൂല, ഞാനൊന്നും ഒരിക്കലും രക്ഷപ്പെടില്ല എന്നാണ് നിങ്ങൾ മണിക്ക് കൊടുക്കുന്ന കൺസെപ്റ്റ് എങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ നോട്ട് കം ടു യു. കാരണം നമ്മൾ തന്നെ എന്തല്ല, റെഡിയല്ല, മൈൻഡ് റെഡിയല്ല മണീനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് എന്താണ്, മണീനെ ആവശ്യമാണ്. ഓക്കെ, അപ്പോ മണീനോടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ മണീനോടുള്ള മൈൻഡ് സെറ്റ്, അതിനോടുള്ള കാഴ്ചപ്പാട് എന്താക്കണം, നമ്മൾ മാറ്റണം. നമ്മൾ നിങ്ങൾ ഇന്നു മുതൽ ഒരു ചെറിയൊരു ഹാബിറ്റ് ആക്കുക. നമ്മള് ആ മണീനെ ചെലവാക്കുന്ന സമയത്ത് റെന്റ് കൊടുക്കുന്നതാണെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങുന്നതാണെങ്കിലും വിത്ത് ദ ഹാപ്പിനെസ്, മാക്സിമം ഒന്ന് ചിരിച്ചിട്ട് അത് കൊടുക്കാൻ നോക്കുക. ഒരു ഹാപ്പി മൈൻഡിൽ നിങ്ങൾ അത് കൊടുക്കുക. കാരണം ആ മണി ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത് റിട്ടേൺ ആയിട്ട് നമുക്കൊരു സാധനമായിട്ട് വരണം. റൈറ്റ്? അപ്പം അതിനുള്ള ഒരു ഗ്രേറ്റ്ഫുൾ ആവാ, അതിനൊരു താങ്ക് യു മൈൻഡിൽ നിങ്ങൾ ഓരോ മണീനെയും നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്ത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് താങ്ക് യോട് കൂടി നിങ്ങൾ ഒന്ന് ചെലവഴിച്ച് നോക്കിയേ, യു ക്യാൻ സീ ദ മിറാക്കിൾസ്. ഓക്കെ, അതുപോലെ മണി വരുന്ന സമയത്ത് പല ആൾക്കാർക്കുള്ള ഒരു സംഭവമാണ്, മണി വരുന്നുണ്ടാവും, മണി പോകുന്നുണ്ടാവും, ബട്ട് ഒരു ഇമോഷൻ അവിടെ ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് മണി വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷെ ചെലവാക്കുന്ന സമയത്ത് എന്തോ ഒരു ഡിസ്കംഫർട്ടബിൾ, എന്തോ ഒരു എടുങ്ങേറ് അധിക പേരിലും കോമൺ ആയിട്ടാട്ടോ ഞാൻ പറയണേ. നിങ്ങൾ അങ്ങനെയാണെന്നല്ല ഞാൻ പറയണേ, കോമൺ ആയിട്ട് പറയുന്നതാണ്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താക്കുക, നമ്മളെ ആക്ഷൻസിലൂടെയെങ്കിലും അത് പതിയെ പതിയെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. നമ്മള് മണി വരുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം ഹാപ്പിയാണോ, സാലറി ക്രെഡിറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രേഡിൽ പ്രോഫിറ്റ് ആവുന്ന സമയത്ത് എത്രമാത്രം നമ്മൾ ഹാപ്പിയാണോ, അതുപോലെ നമ്മൾ ഹാപ്പി ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും വാങ്ങുന്ന സമയത്തും അത് ചെലവഴിക്കുന്ന സമയത്തും. കാരണം ആ മണി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ സാധനം വാങ്ങാൻ പറ്റുന്നത്. നമ്മൾക്ക് എന്താണോ ആ ഒരു മണീനെ കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആ കാര്യം ഉള്ളത്. സോ റിട്ടേൺ കൊടുത്തിട്ടേ അത് കിട്ടുള്ളൂ. അപ്പോ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കാണുക, യൂണിവേഴ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഈ ലോകത്തിനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കാണുക. അപ്പൊ ഇനി മുതല് വരുന്ന സമയത്തല്ല, ഐ മീൻ നമ്മുടെ ലൈഫിലേക്ക് മണി വരുമ്പോഴും താങ്ക് യു പറയാം, നമ്മള് കൊടുക്കുമ്പോഴും താങ്ക് യു പറയാം. ഓക്കെ, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറ്റാം. അപ്പൊ നമുക്ക് എന്താക്കാം, അധികം ഡിലേ ആക്കുന്നില്ല, വി ക്യാൻ ഗോ ടു ദ മെഡിറ്റേഷൻ. ഓക്കെ, സോ നിങ്ങൾ കണ്ണുകൾ അടക്കാം, സ്ലോലി ക്ലോസ് യുവർ ഐസ്. കംഫർട്ടബിൾ ആയിട്ടിരിക്കാം, റിലാക്സ് ആയിട്ടിരിക്കാം. സ്ലോലി ടേക്ക് ഡീപ് ബ്രീത്ത് ഇൻ. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And breathe out slowly.
പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Relax yourself. നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ് എല്ലാം കംപ്ലീറ്റ്ലി റിലാക്സ് ആവുകയാണ്. യെസ്, യു ആർ റിലാക്സിങ്. ഇനി നിങ്ങൾക്ക് പതിയെ നിങ്ങളുടെ മൈൻഡിലേക്ക് മണീനെ കൊണ്ടുവരാം, പൈസയെ കാണാം. നിങ്ങളുടെ ചുറ്റും മണി നിൽക്കുന്നതായിട്ട് കാണാം. ആ മണിക്ക് ഒരു കൈയും കാലും ഒക്കെ ഒരു ഇമാജിൻ ആയിട്ട് ഒരു കാത്തും പോലെ കാണാം. ആ മണി നിങ്ങളുടെ ഫ്രണ്ട് ആണ്. ആ മണീനെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യാം. അതൊരു ഫ്രണ്ടായി എന്നും കൂടെ നിൽക്കുന്നതായിട്ട് കാണാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അത് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫാമിലിയെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്, എല്ലാത്തിനും യുവർ മണി ഈസ് വിത്ത് യു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പൈസയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ആ പൈസയോട് നന്ദി പറയാം. താങ്ക് യു ഫോർ കമ്മിങ് ടു മൈ ലൈഫ്. എന്റെ ജീവിതത്തിലേക്ക് വന്ന എല്ലാ സമ്പത്തിനോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് പണം കൊണ്ട് സമ്പാദിച്ച എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താങ്ക് യു പറയാം. നിങ്ങളുടെ ഫോൺ, നിങ്ങൾ റീചാർജ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട്, ഇലക്ട്രിസിറ്റി, നിങ്ങളുടെ വാഹനം, അങ്ങനെ തുടങ്ങി A to Z കാര്യങ്ങൾക്ക് നിങ്ങളുടെ മണി എന്ന ഫ്രണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന ഓരോ ഗിഫ്റ്റ്സിനും താങ്ക് യു പറയാം. ഓരോ സമ്മാനങ്ങൾക്കും താങ്ക് യു പറയാം. നിങ്ങളുടെ ജീവിതത്തില് പണം വളരെ എളുപ്പത്തില് വരുന്നതും മണി നിങ്ങളുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതും കാണാം.
നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക. നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. പറയാം, മണി, ഐ ആം റെഡി ടു വെൽക്കം യു. ഞാൻ നിന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. സമ്പത്ത് നിങ്ങളിലേക്ക് ഓടിയെടുക്കുന്നതായിട്ട് കാണാം. അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണാം. യു ക്യാൻ ഫീൽ ദ വെൽത്ത്. നിങ്ങളിൽ ആ റിച്ച്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, now slowly take a deep breath in and breathe out slowly. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം and breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം and breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. ആ ഒരു റിച്ച്നെസ് ഫീലോട് കൂടി, ആ ഒരു പ്രൗഡോട് കൂടി യു ക്യാൻ ഓപ്പൺ യുവർ ഐസ് ആൻഡ് കം ബാക്ക്. നിങ്ങൾക്ക് പതിയെ കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഈ നിമിഷം മുതല് നിങ്ങൾ എന്ത് ചെയ്യാ? പണം വരുമ്പോഴും പണം നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്തും താങ്ക് യു പറയാം. പണത്തെ ഒരു ഫ്രണ്ടായി കാണാം. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റില് അതിനൊരു ഫ്രണ്ടായിട്ട് നിങ്ങൾ അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ബെസ്റ്റ് വിഷസ്. എല്ലാവരിലേക്കും വെൽത്ത് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ എനിവേ നമ്മളോട് മാം പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക. നമുക്കിപ്പോൾ നമുക്ക് പൈസ വരുന്ന സമയത്തും പൈസ ചിലവഴിക്കുന്ന സമയത്തും നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക. അതുപോലെ മാം ഇപ്പം തന്നൊരു മെഡിറ്റേഷൻ, നമ്മൾ പിന്നെ മണി മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് റിയാലിറ്റിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, നന്ദിയുള്ളവരാകുക എന്നുള്ളതാണ് പിന്നെ ഒരടിസ്ഥാനം എന്നുള്ളത്. നമുക്കിപ്പോൾ മാം തുടക്കത്തിൽ പറഞ്ഞ പോലെ പൈസ നമ്മൾ ചിലവഴിക്കുന്ന സമയത്ത് അയ്യോ എൻ്റെ അടുത്ത് നിന്ന് ഇത് പോയല്ലോ ആ ഒരു പിന്നെ ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മാത്രം ഇരിക്കുക. പിന്നെ ആ രീതിയിൽ എന്നാൽ നമുക്ക് നല്ലൊരു വളർച്ച അല്ലെങ്കിൽ നല്ലൊരു മാറ്റം നമ്മൾ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത് എല്ലാ മേഖലയിലും നമ്മൾ പിന്നെ ഒരു നന്ദിയുള്ളവരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈല് മൊത്തമായിട്ട് ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അത് പിന്നെ പണത്തിൻ്റെ വിഷയം അല്ലെങ്കിലും മറ്റെല്ലാ വിഷയങ്ങളിലും അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. എനിവേ നമുക്ക് എന്തായാലും മാർക്കറ്റ് അനലൈസിലേക്ക് പോവാം. ഇപ്പോൾ കറൻ്റ്ലി നമുക്കറിയാം പിന്നെ അമേരിക്ക, വെനസ്വേല അതുപോലെ മറ്റ് രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കറൻ്റ്ലി നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും പ്ലേസ് ചെയ്തിരിക്കണം. എനിവേ നമ്മൾ മാർക്കറ്റ് അനലൈസിലേക്ക് കടക്കുകയാണ്. ഷബാസ് സർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ? യെസ്. ഓക്കെ ഓക്കെ. ഒന്ന് ഹോസ്റ്റ് ചെയ്യൂ. സാറിൻ്റെ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ സാർ, കുറച്ച് കഴിഞ്ഞിട്ട്.
സർ കോസ്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ. ക്ലിയർ അല്ലേ? ഇപ്പൊ ഓക്കെ. കാണാം. ഓക്കെ. ഓക്കെ. നമ്മളെ മേജർ സപ്പോർട്ട് വരുന്നത് 4463 പിന്നെ മേജർ റെസിസ്റ്റൻസ് വരുന്നത് 4542, അതായത് 4452 നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് 4520 to 25 നമുക്ക് ചെയ്യാം. അതായത് ഈ ഒരു റേഞ്ചിൽ, അതായത് 4520 to 4525 നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഏകദേശം ഒരു 4490 വരെ നമുക്ക് സെല്ല് നോക്കാം. അതായത് ലോങ് ടേം ആണ് ഞാൻ പറയുന്നത്. അതായത് ലോങ് ടേം സെല്ല് നമുക്ക് 4525 to 4490 നമുക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ നമുക്ക് 4471 നമുക്ക് എന്താ ചെയ്യാ, മാർക്കറ്റ്, അതായത് നമ്മളെ ഈ ഏരിയയിലേക്ക്, ബൈയിങ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിനെങ്കിൽ നമുക്ക് 4471 നമുക്ക് ബൈ ചെയ്യാം. ഏകദേശം ഒരു 4513 വരെ നമുക്ക് ബൈ നോക്കാം. അതായത് ലോങ് ടേം സിനാരിയോയില് ആണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് സ്കാൽപ്പിംഗ് മൈൻഡിലല്ല, ലോങ് ടേം സിനാരിയോയിലുള്ള പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. നമുക്ക് ബൈ ആണെങ്കിൽ നമുക്ക് 4471 ടു 4513 വരെ നമുക്ക് ബൈ നോക്കാം. സെല്ലിംഗ് പോസിബിലിറ്റിയാ വരുന്നെങ്കിൽ, അതായത് സെല്ലിംഗ് പോസിബിലിറ്റി മീൻസ് 4525 മാർക്കറ്റ് എത്തിയാല് നമുക്ക് എന്താക്കാം, സെല്ല് നോക്കാം. ഏകദേശം 4490 വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ സെല്ല് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു രണ്ട് സിനാരിയോ ആണ് ഉള്ളത് നിലവിൽ. അതായത് ലോങ് ടേമിലേക്കില്ല, അതായത് ഈ വീക്കിലെ അനാലിസിസ് ആണ് ഞാൻ പറയുന്നത്. അതായത് ചെറിയ സ്കാൽപ്പിംഗ് അനാലിസിസ് നമുക്ക് ലൈവ് സെക്ഷൻ ഇരിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. 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 ഇത് പിന്നെ ലോങ് ടേം ആയിട്ട് പോകുന്ന ആൾക്ക് ഈ ഒരു രീതിയിൽ പ്ലേസ് അതായത് ചെയ്യാന്നുള്ളതല്ലേ? നമ്മളെ ഈ വീക്കില് ഏകദേശം, അതായത് നാളെ മാർക്കറ്റ് ഓപ്പൺ ആയാല് ജസ്റ്റ് നമുക്ക് 4525 ടച്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് സെല്ല് നോക്കാം. ഏകദേശം ഒരു 4490 വരെ നമുക്ക് സെല്ല് നോക്കാം. ഇനി മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്തിട്ട് നമുക്ക് ബൈയിങ് ഏരിയയിലേക്ക് വരുന്നെങ്കിൽ നമുക്ക് 4471 നമുക്ക് ബൈ നോക്കാം. ഓക്കെ. 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 താങ്ക് യു സാർ. ശരി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ന്യൂസ് ഉണ്ട് ഈ വീക്കില്. ജസ്റ്റ് നമ്മളെ ന്യൂയോർക്ക് ഓപ്പണിംഗിൽ ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. പിന്നെ നമ്മളെപ്പോ ഒരു ട്രേഡിംഗ് പ്ലാനിലേക്ക് പോവാ. പിന്നെ ആ രീതിയിൽ തന്നെ ട്രേഡ് ചെയ്തോ, ആ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. 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 അതുപോലെ ഇപ്പോൾ കറന്റ് ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും പ്ലേസ് അതായത് ചെയ്യാന്നുള്ളതല്ലേ? ചില സമയം മാർക്കറ്റ് ഒക്കെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലായിരിക്കോ, ചില സമയം ഡയറക്റ്റ് 4525 മാർക്കറ്റ് മോർണിംഗ് തന്നെ എത്താൻ സാധ്യത ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താക്കുക, ഡെയിലി തന്നെ ക്ലോസ് ചെയ്ത് വെക്കാം ട്രേഡ്സ് ഒക്കെ. ഓക്കെ. അതായത് ഓവർനൈറ്റ് ഹോൾഡിങ്സ് ഒക്കെ എന്താക്കുക, ഒഴിവാക്കി ഡെയിലി തന്നെ ചെയ്യും. ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇൻട്രാഡേ ഡെയിലി തന്നെ ക്ലോസ് ചെയ്തിട്ട് പോവുക. ഓക്കെ. 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 ബാക്കി നമുക്ക് ഇപ്പോൾ നമുക്ക് സ്കാൽപ്പിംഗ് റേഞ്ച് അനാലിസിസ് നമുക്ക് ലൈവ് സെക്ഷനിൽ ലൈവ് നമുക്ക് ചെയ്യാം സെഷനിൽ. കേട്ടോ. ഓക്കെ. 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 ഓക്കെ സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ പിന്നെ സാർ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ സ്റ്റോപ്പ് ലോസ് ഒക്കെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ട് മാത്രം ട്രേഡിനെ കാണുക. ഓൾ ഓവർ വീക്കെൻഡ് നമ്മൾ അനലൈസ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അതുപോലെ ഇന്നത്തെ മെയിൻ നമ്മൾ മറ്റൊന്ന് ഡിസ്കസ് ചെയ്ത് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറുക എന്നുള്ളതാണ്. അതും എല്ലാവരും കീപ്പ് ചെയ്ത് പോവുക. ബാക്കി നമ്മൾ ഒരു ഡൗട്ട് വെച്ചു. ഓക്കെ. ഓക്കെ. ഈ ഒരു വീക്കിന്റെ ഒരു പോസിബിലിറ്റി അല്ലേ പറയുന്നത്? ഷബാസ് സാർ. യെസ്, ഓഫ് കോഴ്സ് പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. അതായത് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ഏരിയയിലേക്ക് വന്നാൽ ഇല്ലതാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളെ ബൈ സോറി,
സർ മ്യൂട്ടായിനോ? സർ മ്യൂട്ടായിട്ടുള്ളത്. ഓ സോറി. ഓക്കെ. അതായത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് 4525 ആ മാർക്കറ്റ് പോകുന്നെങ്കിൽ നമുക്ക് സെല്ല് നോക്കാം. ഓക്കെ, ഓക്കെ നമുക്ക് ബൈ ആണെങ്കിൽ 4471 മാർക്കറ്റ് തിരിച്ചെത്തിയെങ്കിൽ, അതായത് ഇപ്പൊ നിലവിലെ പൊസിഷനിൽ മാർക്കറ്റ് തിരിച്ച് ആ ഏരിയയിലേക്ക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ നോക്കാം. സാറേ, വെറുതെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഓക്കെ, അതായത് നമ്മളിപ്പോ ഹലോ, സാർ ഇപ്പൊ ഒരു പോസിബിലിറ്റി പറഞ്ഞല്ലോ, യെസ്. നമ്മളും ഇങ്ങനെ ഒരു പോസിബിലിറ്റി വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് നമ്മളായിട്ട് ഒരു വിശ്വാസം നമുക്ക് ഇങ്ങനെ വിശ്വസിച്ചൂടെ 100% ചിലപ്പോൾ സക്സസ് ആവാം, അങ്ങനെ ഒരു ഇത് വെച്ചൂടെ നമുക്ക്? ഞാനിപ്പോ നമ്മളെ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് ആക്യുറസി റേഞ്ച് എന്ന് വെച്ചാൽ ഒരു 70% നമുക്ക് ഏരിയയിൽ വന്നിട്ട് ബൈ ചെയ്തിട്ട്, അതായത് എല്ലാ കൺഫർമേഷനും നോക്കിയിട്ട് ട്രേഡ് എടുത്താൽ നമുക്ക് 100% നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ അതായത് നമ്മള് വെറുതെ ഒരു റേഞ്ച് വെച്ച് ട്രേഡ് ചെയ്യുന്നതാണെങ്കിലാണ് പ്രശ്നങ്ങൾ വരൂ. നമ്മളെ ഓക്കെ സ്ട്രാറ്റജി സ്റ്റിക്ക് ചെയ്യുക, ട്രേഡിംഗ് പ്ലാൻ ഓൺ ചെയ്തിട്ട് തന്നെ എന്താക്കുക, റിസ്ക് മാനേജ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഈ പോസിബിലിറ്റീസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്താൽ 100% സക്സസ് ആയിരിക്കും. ഓക്കെ താങ്ക് യു മീൻസ് സാർ. വിന്നിങ് റേഷ്യോ കൂടുതലായിരിക്കും, ലോസ് ഒക്കെ എന്തായിട്ടും സംഭവിക്കും ട്രേഡിങ്ങിൽ. ഇപ്പൊ അതെ അതെ അതായത് നമ്മളെ മന്ത്ലി ഓവറോൾ വരുമ്പോ നമുക്ക് എന്താക്കുക, പ്രോഫിറ്റബിൾ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ചെയ്യുന്നതിൽ 65% ആണ് നമ്മൾ പ്രോഫിറ്റബിൾ. ഓക്കെ, ഓക്കെ. അല്ല, ഇപ്പൊ സാർ പറഞ്ഞ സ്കാൽപ്പിംഗ് മെത്തേഡ് ആണല്ലോ, അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതായത് ഇട്ട് നോക്കാതെ സ്കാൽപ്പിംഗ് മെത്തേഡ് അതും. ആ, നമ്മളിപ്പോ എന്താ ഇത് പറഞ്ഞോളൂ. ഇട്ടിട്ട് ഇപ്പോ പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കണ്ടല്ലോ, മീൻസ് ഇങ്ങനെ ഇപ്പോ നമ്മളെ സ്ട്രാറ്റജി ഒക്കെ നോക്കിയിട്ടാണ്, ആ നോക്കിയിട്ട് നമ്മളിപ്പോ നമ്മളെ തന്നെ വിശ്വസിച്ച ഓക്കെ അത് ഇനി അങ്ങോട്ട് പോകും, കുറച്ച് കഴിഞ്ഞ് നോക്കാം, ആ ഒരു ഇതിൽ അങ്ങോട്ട് പോവാന്നല്ലേ സാർ പറഞ്ഞു വരുന്നത് അല്ലേ? അതായത് നമുക്ക് അതായത് ഞാനിപ്പോ ഷെയർ ചെയ്യുന്നത് നമ്മളെ വീക്കിലി മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ്, മീൻസ് നമ്മളെ ആ ഒരു ഏരിയാസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഓക്കെ ഇതിന്റെ ഉള്ളിലുള്ള ട്രേഡ്സ് നിങ്ങളെ സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ നമുക്ക് വിന്നിങ് റേഷ്യോ കൂട്ടാൻ പറ്റും. മനസ്സിലായ? വെറുതെ ഒരു ഗാംബ്ലിംഗ് മൈൻഡ് അല്ലാതെ നമുക്ക് സ്ട്രാറ്റജിയും കൂടി നമുക്ക് ഒരുമിച്ചിട്ട് കൂട്ടിയാൽ നമുക്ക് വിന്നിങ് റേഷ്യോ കൂട്ടാൻ പറ്റും. അതായത് നമുക്കൊരു 70% വിന്നിങ് റേഷ്യോ ഉണ്ടെങ്കിൽ അടിപൊളി ട്രേഡേഴ്സ് നമ്മള്. ഓക്കെ, ഓക്കെ ഓക്കെ. ഒരു അധികം ക്യൂരിയോസിറ്റി കൊണ്ട് ആൾക്കാർക്കും ചോദിച്ചതാ. ഓക്കെ അതൊന്നും നോ പ്രോബ്ലം. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി നമ്മൾ ട്രേഡിംഗ് പ്ലാൻസ് ഒക്കെ ആയി പോയാൽ തന്നെ 65-70% വിന്നിങ് റേഷ്യോ എന്തായിട്ടും വരും നമ്മളെ ട്രേഡ്സിൽ. നമ്മൾ 50 താഴണ്ട് നിന്നാ മതി. അതായത് ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റ് ആണ്ട് നമുക്ക് അതെ 50 മേലേൽ വിന്നിങ് റേഷ്യോ ഇല്ല പോലെ സെറ്റ് ചെയ്ത് പോയാൽ മതി. അത് ജേർണലിംഗ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. നമ്മൾ നെക്സ്റ്റ് വീക്ക് ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ. ഓക്കെ ഓക്കെ താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ ഓവർ. നമ്മളെ വീക്കെൻഡ് സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വീക്കെൻഡ് നേർന്നുകൊണ്ട് നമ്മൾ നിങ്ങൾ പേര് പറഞ്ഞില്ലെന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ആരെ? നിങ്ങളിപ്പോ സംസാരിക്കണേ. എൻ്റെ പേര് സഹദ്. ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ യെസ് ഓക്കെ സാർ ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ. സ്വപ്നതാണ്. ഓക്കെ 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 ഓക്കെ, ഷബാസ് സാറാണ് നമുക്ക് എന്താവുന്നത് ലൈവിൽ. ഇപ്പം നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്ത് ഷബാസ് സാറാണ് ലൈവിൽ നമുക്ക് പിന്നെ ലൈവ് സെഷൻസ്. അതായത് നിങ്ങൾ ലൈവിൽ ഇറങ്ങിയവരാണെങ്കിൽ സാറ് നല്ല എൻട്രീസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മൾ ടൈമിംഗ് ഉണ്ടാവില്ല. ആ ടൈമിൽ നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ വീക്കിലി 2-3 ദിവസങ്ങൾ നമ്മൾ എന്താണ്ട് ലൈവ് മാർക്കറ്റിൽ ഇരിക്കാറുണ്ട്. അപ്പോൾ അത് സാറാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സാറ് പറഞ്ഞ ഈ നമ്മുടെ പിന്നെ സ്ട്രാറ്റജി ഇപ്പം സാറൊരു അനാലിസിസ് വെച്ച് തന്നെയാണ്. അപ്പൊ എന്താക്കാം, നമ്മൾ ഇവിടുന്ന് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലായിരിക്കും ഒരു എന്തായാലും മാർക്കറ്റ് എന്തും സംഭവിക്കാം, മാർക്കറ്റ് നമ്മളെ കയ്യിലല്ല. പക്ഷെ അനാലിസിസ് പ്രകാരം, സാറിന്റെ അനാലിസിസ് പ്രകാരം അങ്ങനെ ആവാനാണ് സാധ്യത. ഓക്കെ, ഇനി നമ്മൾ എന്താക്കാം, അതിന്റെ ഉള്ളിലോട്ടേക്ക് നമ്മൾ കടന്നു ചെല്ലാം. അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ പിന്നെ ചെറിയ ട്രേഡ്സ് എടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലോട്ടേക്ക് നമുക്ക് വീണ്ടും അതിന്റെ സോൺസും കാര്യങ്ങളൊക്കെ വരച്ച് അതിലോട്ടേക്ക് നമ്മൾ എന്താണോ ഒരു സാധനത്തിൽ നമ്മൾ എന്താ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ മതി. ഓക്കെ, താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ ലൈവിൽ ഇറങ്ങേണ്ടവര് പിന്നെ ലൈവിൽ ഇറങ്ങാം. അപ്പോൾ ലൈവ് സെഷൻസ് എന്തായിട്ടുണ്ട്, മാർക്കറ്റിൽ ലൈവിലുള്ളവർക്ക് മാത്രം
പിന്നെ സ്പോർട്സ് സെഷൻസ് നെക്സ്റ്റ് വീക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാം. സഫ്നാസ് ഭായ് ഒരു ഇത് ചോദിക്കട്ടെ, യെസ്. ലൈവ് സെക്ഷൻ ഒന്നോ രണ്ടോ ലൈവ് സെക്ഷനിൽ ഒന്ന് പറ്റുമോ? ഒന്ന് രണ്ട് ലൈവ് സെഷനിൽ ഒരുമിച്ച് ഒന്ന് ട്രേഡ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി? അതന്നെ ഷൈൻ ബൈ ലൈവിൽ ഇറങ്ങിയോ? ഞാൻ ലൈവ് ആയിട്ടില്ല. ലൈവിൽ ഇറങ്ങിയവർക്ക് എന്തുണ്ട്, പിന്നെ ഇവര് നമ്മുടെ വെൻഡേഴ്സ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നല്ല പൊസിഷൻ വരുമ്പോൾ ഓൺ ദി സ്പോട്ടിൽ സൂംസ് പോവാറുണ്ട്. അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരുമിച്ച് തന്നെ അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ്? അങ്ങനെ തന്നെയാണ് പോകാറുള്ളത്. ഓക്കെ. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നാളെ നല്ല എൻട്രീസ് അല്ലെങ്കിൽ മാർക്കറ്റ് അനുകൂലമായി വരുമ്പോൾ ആ സമയത്ത് നമ്മൾ സ്പോട്ടിൽ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഒന്ന് ജസ്റ്റ് അവെയർ ആയാൽ മതി. അത് ലൈവിലുള്ളവർക്കാട്ടോ. അത് ലൈവിൽ ഇറങ്ങിയതിന് ശേഷമാണ് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരു സംശയം, ഈ ലൈവില് ഇറങ്ങുമ്പോ അവര് മെന്റർ സപ്പോർട്ടാണോ അതോ നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ മാർക്കറ്റ് മൂവ് അതായത് ആവുന്നത്? ലൈവില് അവരിപ്പോ നമ്മളെ മെന്റേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ അവരൊപ്പരം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ആ എൻട്രീസ് ഒക്കെ കണ്ടെത്തി ചെയ്യാനുള്ളൊരു ഒരു അഡീഷണൽ ഒരു സംഗതിയാണ്. ഓക്കെ. അത് ഡെയിലി ആണോ, കമ്പൽസറി ഡേ ആണോ അതോ ഡെയിലി കിട്ടുമോ? ഡെയിലി കിട്ടൂല. അത് പിന്നെ എല്ലാ ദിവസവും ഉണ്ടാവില്ല. അത് അവൈലബിലിറ്റി പോലെ സാറിന്റെ മെന്റേഴ്സിന്റെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ ഇത് നോക്കിയിട്ട് ഉണ്ടാവുള്ളൂ. മോസ്റ്റ്ലി മോർണിംഗ് ലണ്ടൻ സെഷൻ ടൈമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഈ ഡെയിലി നമുക്ക് പിന്നെ നമ്മൾ ഇത് സ്കില്ല് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്യണം അല്ലേ? ചെയ്യണം. അതിനാണല്ലോ പഠിക്കണത്. ഓക്കെ. ആരെ ചോദിച്ചാ? ഓക്കെ. അതായത് നമ്മളിപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അഡീഷണലി ഇപ്പൊ നിങ്ങൾക്ക് സെൽഫ് അനാലിസിസ് പറഞ്ഞ ടൂളും കൂടി ആഡ് ഓൺ ആവാനുണ്ട്. കാരണം അഞ്ജല മാം ആയിരിക്കും നമുക്ക് അത് എടുക്കാം. അതിന് 21 സെഷൻസ് നിങ്ങൾക്ക് ഇനി അത് പെൻഡിങ് ആണ്. അത് കാരണം നമുക്ക് ടെക്നിക്കലൊക്കെ ഉള്ളതുകൊണ്ട് അത് കുറച്ചൊന്ന് ഡിലേ ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ എന്താക്കാം, പിന്നെ ലൈവിന്റെ സിനാരിയോസ് കണ്ടെത്താം, ലൈവിലോട്ടേക്ക് ഇറങ്ങാം. പിന്നെ ഇതിന്റെ ഒപ്പരം അതായത് ഇപ്പം ലാസ്റ്റ് 41 ബാച്ചൊക്കെ കുറച്ച് പേരൊക്കെ വിഡ്രോ അടിച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഡെമോയിലുള്ള ഫീലിങ്സ് എല്ലാം റിയൽ ഉണ്ടാവും. അപ്പൊ അതെന്താക്കാം, അത് പിന്നെ ഒന്ന് അല്ല, അന്ന് ടേസ്റ്റ് ചെയ്യാം. അമല് പറഞ്ഞിരുന്നു നമുക്ക് അവര് കംപ്ലീറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചത്. ഓക്കെ. കംപ്ലീറ്റ് സപ്പോർട്ട് പിന്നെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിപ്പെൻഡന്റ് ആയി പോലോ. നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, സർവീസുകൾ തരും. പിന്നെ അതുപോലെ തന്നെ ടെലിഗ്രാംസിലും മറ്റൊന്ന് വരുന്ന സിഗ്നലുകൾ നോക്കിയിട്ട് നിങ്ങളെ കൈവിനെ കൊണ്ടുപോയി. യെസ്. അതായത് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മളെ സ്ട്രാറ്റജി ഫുള്ളായി പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ തന്നെ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കേണ്ട ലെവലിൽ നമ്മൾ എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഒരിക്കലും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണം. എന്തായാലും ഏത് ട്രേഡേഴ്സ് ആയാലും നമ്മൾ ആ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവാ. ഒരു സിഗ്നൽസോ ഒരു കാര്യങ്ങളോ നമ്മൾ എടുക്കാനേ പാടില്ല. നമ്മളെ സ്കില്ല് മാത്രം കൂട്ടാ, പിന്നെ ആ പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിട്ട് പോവാ. നിങ്ങൾ എന്തായിട്ടും സക്സസ്ഫുൾ ആവും. ഒരു ടൈം വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ആ ടൈം കഴിയുമ്പോൾ എന്തായിട്ടും 100% സക്സസ് ആവും. ഒരിക്കലും ഒരു കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മള് സ്കില്ല് മാത്രം എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്ത് പോവാം. അത് നമുക്ക് അത് നമ്മളെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇത് കോമൺ സെഷൻ ആണ്. ഓക്കെ. നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ ബാച്ച് റിലേറ്റഡ് ആയതൊക്കെ നിങ്ങൾ ബാച്ചിന്റെ ഗ്രൂപ്പിലോ മറ്റോ ആയിട്ട് ബാച്ച് സെഷൻ ടൈമിൽ ചോദിക്കാം. ഓക്കെ. ഇത് കോമൺ വീക്കിൽ എല്ലാവരും ഉള്ള അല്ലെങ്കിൽ 2-3 ബാച്ചൊക്കെ അഡീഷണൽ ആയി വരുന്ന സംഗതികളാണ്. അപ്പൊ നമുക്ക് ബാച്ച് ഗ്രൂപ്പിൽ നിങ്ങൾക്കുള്ള കൺസേൺസും കാര്യങ്ങളൊക്കെ അറിയിച്ച് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ബൈ. താങ്ക് യു.